ഡിങ്ക് അതായത് ഡുവൽ ഇൻകം നോ കിഡ്. കല്യാണത്തിന് ശേഷം കുട്ടികൾ വേണ്ട എന്ന് ദമ്പതികൾ തീരുമാനിക്കുന്ന ഒരു മോഡേൺ കൾച്ചറാണ് ഡിങ്ക് കൾച്ചർ. ഇന്ന് കൾച്ചർ നല്ലതാ കെട്ടതാ, ജനസംഖ്യ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഇത് നല്ലതാ കെട്ടതാ എന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നത്. ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ താഴ്ന്നു വരുന്ന ജനസംഖ്യയെക്കുറിച്ച് നമുക്കറിയാം. ജപ്പാനിലേക്ക് ആവറേജ് പ്രായം എടുത്തു നോക്കിയാൽ അത് 48 വയസ്സാണ്. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കുറയുന്നു. അതായത് ഒരു സമൂഹത്തിലെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. അതുവഴി അവർക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു. ഇതാണ് ഡിങ്ക് കൾച്ചറിന്റെ ഒരു കുഴപ്പം. എന്നാൽ ജനസംഖ്യ കൂടി വന്നാലോ അവർക്ക് എല്ലാവർക്കും ഉള്ള റിസോഴ്സസ് ഈ ലോകത്ത് ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കൾച്ചർ ദമ്പതികൾക്ക് സാമ്പത്തിക സ്ഥിരതയും സ്വാതന്ത്ര്യവും നൽകുന്നു. പക്ഷേ ഒരു കുഞ്ഞിക്കാല് കണ്ടാലേ സന്തോഷം ഉണ്ടാകൂ എന്ന പഴയ ചിന്താഗതിക്ക് ഇത് കോട്ടം തട്ടിക്കുന്നുണ്ട്. ഇതുപോലുള്ള പല കൾച്ചറുകളും മാറി വരും. ഇതിൽ ഏതൊക്കെ ആരൊക്കെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്.